നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ 5 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ. ഈ 5 മണ്ഡലങ്ങളിൽ നടക്കുന്നത് ശക്തമായ ത്രികോണ പോരാട്ടമാണ്. കഴിഞ്ഞ 2019-ലും 2014-ലും മറ്റും BJP 2 ലക്ഷത്തിൽ പരം വോട്ടുകൾ നേടിയ മണ്ഡലങ്ങൾ കൂടിയാണിത്. അവിടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ BJP അടക്കം പ്ലേസ് ചെയ്യുമ്പോൾ ശക്തമായ ത്രികോണ പോരിന് ഈ മണ്ഡലങ്ങൾ വേദിയാവുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഈ പ്രാധാന്യമുള്ള ഘട്ടത്തിൽ അവിടെ വലിയ പ്രചരണം ഈ 3 മുന്നണികളും മാറി മാറി കാഴ്ചവെക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. കേന്ദ്രമന്ത്രിമാർ അടക്കം മത്സരിക്കുന്ന മണ്ഡലങ്ങളാണ് ഇവ. ഈ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച നമ്മൾ വരുന്ന ഒരു മണിക്കൂർ ന്യൂസ് ട്രെൻഡ്സിൽ ഉണ്ടാകും. അതിനു മുൻപ് ന്യൂസ് 18 ഇന്ന് മെഗാ ഒപ്പീനിയൻ പോൾ ഫലം പുറത്തുവിടുകയാണ്. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ ഫലം പുറത്തുവിടുന്നത് വൈകിട്ട് 6 മണി മുതലാണ്. വൈകിട്ട് 6 മുതൽ 10 വരെ ഈ ഒപ്പീനിയൻ പോൾ ഫലങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, വിശകലനങ്ങൾ ന്യൂസ് 18 ചാനലിൽ ഉണ്ടാകും. 21 സംസ്ഥാനങ്ങളിലായി 1 ലക്ഷത്തിലേറെ പേരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സമാഹരിച്ചാണ് സർവേ ഫലം തയ്യാറാക്കിയിരിക്കുന്നത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒപ്പീനിയൻ പോളാണ് ന്യൂസ് 18-ത്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ അഭിപ്രായ വോട്ടെടുപ്പ് ഫലം ഇന്നറിയാം. നാളെ ഹിന്ദി ഹൃദയ ഭൂമിയിലെ സംസ്ഥാനങ്ങളുടെയും മൊത്തത്തിലുമുള്ള ഫലമായിരിക്കും പുറത്തുവിടുക. MG മിഥുൻ ചേരുന്നു. മിഥുൻ, വളരെ ആധികാരികമായ ഒരു ഫലമാണ്. കാരണം ഇത്രയധികം സംസ്ഥാനങ്ങൾ, ഇത്രയധികം ആളുകളെ നേരിട്ട് കണ്ട് തയ്യാറാക്കിയ ഒന്ന് എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഇതിനെ. എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? ഏതൊക്കെ മേഖലകളിലൂടെ കടന്നാകും ഈ ഫലം പോവുക? രഞ്ജിത്ത്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ എന്ന് പറയുന്നത്. വൈകിട്ട് 6 മണിക്ക് ഇതിന്റെ ആദ്യഘട്ടം നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വിടും. അതായത് നിലവിൽ ആദ്യഘട്ടത്തിൽ 21 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ടുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ തേടിയിട്ടുള്ളത്. അതിലായി നിരവധി കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചില അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ യുവാക്കളുടെ മനസ്സിലെടുത്ത്, സ്ത്രീകളുടെ മനസ്സിലെടുത്ത്, ഒപ്പം തന്നെ സാമുദായിക സംഘടനകളുടെ മനസ്സിലെടുത്ത്, അങ്ങനെ നിരവധി വിഷയങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് നമ്മൾ ഉയർത്തിക്കാണിച്ചിട്ടുണ്ട്. അതിന്റെ അഭിപ്രായങ്ങൾ സമാഹരിച്ചുകൊണ്ടാണ് ഈ ഒരു മെഗാ ഒപ്പീനിയൻ പോൾ നമ്മൾ പുറത്തുവിടാൻ പോകുന്നത്. വൈകിട്ട് 6 മണി മുതൽ ന്യൂസ് 18 കേരളത്തിൽ തത്സമയം പ്രേക്ഷകർക്ക് ഇത് കാണാൻ സാധിക്കുകയും ചെയ്യും. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായി ഈ കഴിഞ്ഞ 5 വർഷത്തിൽ നിലവിലെ സിറ്റിംഗ് MP-മാരുടെ പ്രകടനം അത് ഏത് തരത്തിലാണ് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ടാകും. കൂടാതെ തന്നെ ഇന്ത്യ സഖ്യം രൂപീകരിച്ചത് ഈ അടുത്ത സമയത്താണ്. ആ സഖ്യം നിലവിൽ വരാൻ പോകുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിൽ ചലനം സൃഷ്ടിക്കും, അതിൽ ഈ ജനങ്ങളുടെ നിലപാടെന്ത് എന്നുള്ള തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. അതിൽ ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും കൃത്യമായ അഭിപ്രായങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ രാമക്ഷേത്രം വലിയ രീതിയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉയർത്തിക്കാട്ടുന്ന ഒന്ന് തന്നെയാണ്. അതിൽ ജനങ്ങളുടെ നിലപാടെന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ വൈകിട്ട് 6 മണിക്ക് നമ്മൾ പുറത്തുവിടുകയും ചെയ്യും. ആദ്യഘട്ടം എന്നോണം 21 സംസ്ഥാനങ്ങൾ, അതായത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ഒരു മെഗാ ഒപ്പീനിയൻ പോളാണ് നമ്മൾ പുറത്തുവിടുന്നത്. അതിൽ കേരള സംസ്ഥാനത്തിലെ നിലവിലെ സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രവർത്തനം, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രവർത്തനം, അതൊക്കെ തന്നെ ജനങ്ങളുടെ മനസ്സിൽ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയും നമ്മൾ പുറത്തുവിടും. മറ്റ് സംസ്ഥാനങ്ങളുടെയും, അതായത് ഇന്ന് പുറത്തുവിടാൻ പോകുന്ന 21 സംസ്ഥാനങ്ങളുടെ അവിടെ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെ വിലയിരുത്തലുകൾ, ഒപ്പം തന്നെ അവരുടെ പ്രകടനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ജനങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ഏകദേശം 1 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് മുമ്പിലേക്കാണ് നമ്മൾ ഈ ഒരു വിവരങ്ങൾ ആരാഞ്ഞത്. അത് സമാഹരിച്ച് അത് ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു വിവരങ്ങൾ തന്നെയാണ് നമ്മൾ തികച്ചും ആധികാരികമായി നമ്മൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഫലം, അതായത് തെരഞ്ഞെടുപ്പ് ഫലം എന്നതിനപ്പുറം ഈ ഓരോ മണ്ഡലങ്ങളെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏതൊക്കെ വിഷയങ്ങൾ കൊണ്ടെത്തിക്കാൻ സാധിച്ചു, ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന അഭിപ്രായങ്ങൾ, അങ്ങനെ സമഗ്രമായ ഒരു വിശകലനമായിരിക്കും ഈ ഒപ്പീനിയൻ പോളിലൂടെ ന്യൂസ് 18-ന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഓരോ സംസ്ഥാനങ്ങളുടെയും അവിടുത്തെ സാമുദായിക സംഘടനകളുടെ ബലം എങ്ങനെയാണ്, അതായത് അവിടുത്തെ വനിതാ സംവരണം അടക്കമുള്ള കാര്യങ്ങളും, ഒപ്പം തന്നെ സംവരണ അനുപാതത്തിലുള്ള അഭിപ്രായം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളൊക്കെ തന്നെ നിരവധി മേഖലകൾ, അതായത് ഓരോ സംസ്ഥാനത്തിൽ നിന്നും തെരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തികളോട് തന്നെയാണ് നമ്മൾ ഇത് ചോദിച്ചിട്ടുള്ളത്. അതായത് അതിൽ യുവാക്കൾ ഉൾപ്പെടുന്നുണ്ട്, സ്ത്രീകൾ ഉൾപ്പെടുത്തുന്നുണ്ട്, മറ്റാളുകൾ ഉൾപ്പെടുന്നുണ്ട്, സാമുദായിക നേതാക്കൾ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ വിവിധ സംഘടനയ്ക്കപ്പെട്ടുള്ള ആളുകളെയൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു അഭിപ്രായ സർവേ നടത്തിയത്.
നടത്തിയിരിക്കുന്നത്. അതിൽ അവരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്നുള്ളത് വിശദമായ വിവരങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത്. നമുക്കറിയാം സമീപകാലത്ത് നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളും ഒപ്പം തന്നെ പ്രീ പോൾ ഫലങ്ങളും ഒക്കെ നമ്മൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തികച്ചും ആധികാരികമായിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെയായിരുന്നു നമ്മൾ പുറത്തുവിടുകയും ചെയ്തു. പിന്നീട് അതിന്റെ യഥാർത്ഥ ഫലം പുറത്തു വന്നപ്പോൾ നമ്മൾ നൽകിയത് ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് എന്ന് ജനങ്ങൾ കണ്ടതാണ്. അതിന് ഉതകുന്ന തരത്തിലുള്ള ചില അഭിപ്രായ സർവേകൾ തന്നെയാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ നിന്ന് പുറത്തുവിടുന്നത്. നാളെ ഹിന്ദി ഹൃദയഭൂമിയിലൂടെ കടന്നുപോകുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയുള്ള സർവേ ഫലങ്ങളാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത്. അവിടെയും ഒപ്പം തന്നെ ഈ ഇന്ത്യയിൽ ഉൾപ്പെടെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് വിലയിരുത്താൻ പോകുന്നത്, ജനങ്ങളുടെ മനസ്സിൽ എന്താണ്, അവർ ആർക്കൊപ്പമാണ് അവർ നിലകൊള്ളുന്നത് എന്നടക്കമുള്ള വിശദമായ വിവരങ്ങൾ ക്രോഡീകരിച്ച് നാളെ വൈകിട്ട് അതിന്റെ കൃത്യമായ വിവരങ്ങൾ ആരംഭിക്കും. ഇന്ന് വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെയാണ് ഇതിന്റെ തത്സമയ സംപ്രേഷണം നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെക്കുന്നത്. വൈകിട്ട് 6 മണി മുതൽ ന്യൂസ് 18 കേരളത്തിലും മറ്റ് ന്യൂസ് 18 ചാനലുകളിലും ഇത് പ്രേക്ഷകർക്ക് വീക്ഷിക്കാനാവുന്നതാണ്. എന്തായാലും തത്സമയം വിവരങ്ങൾ നമ്മൾ കൃത്യമായ ആധികാരിക വിവരങ്ങൾ ജനങ്ങളിലേക്ക് മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യും. സ്വാഭാവികമായി നമുക്കറിയാം ഓരോ കാര്യങ്ങളുണ്ട്. അതായത് പ്രതിപക്ഷ സംഘടനയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഭാരത് ജോഡോ അടക്കമുള്ള യാത്രകൾ അത് എത്രത്തോളം ജനങ്ങളെ സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ട്, രാഹുൽ ഗാന്ധിക്ക് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും ശക്തനായിട്ടുള്ള നേതാക്കളിൽ ഒരാളായി ഉയർത്തപ്പെടുന്ന ഒരു നേതാവ് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഈ പ്രവർത്തന മികവ് അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. ഒപ്പം തന്നെ അടുത്ത പ്രധാനമന്ത്രി ആരാണ് എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവ് ആരാണ് എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ തന്നെ കൃത്യമായ മറുപടി ഈ ജനങ്ങളിൽ നിന്ന് നമ്മൾ ക്രോഡീകരിച്ച് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ വിശദമായ റിപ്പോർട്ടുകൾ നമുക്കിപ്പോൾ പുറത്തുവരാനാകില്ല. വൈകിട്ട് 6 മണിക്ക് നമ്മൾ ഇതിന്റെ ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് പ്രധാനപ്പെട്ട കാര്യം